കേരളത്തിൽ താലിബാൻ ഭരിക്കുന്ന ഒരു സ്ഥലമുണ്ടോ? ഉണ്ടെന്ന് വേണം കരുതാൻ. കോഴിക്കോട്ടെ രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെയുള്ള പ്രദേശങ്ങൾ, ഏതാണ്ട് മലപ്പുറം ജില്ല മുഴുവനായി ഉൾക്കൊള്ളുന്നതും ചില മറ്റു പ്രദേശങ്ങൾ ഉൾപ്പെടെ വരുന്ന ഈ ഭാഗം താലിബാനാണോ ഭരിക്കുന്നത് എന്ന് സംശയിക്കാൻ കൃത്യമായ ചില കാരണങ്ങൾ ഉണ്ട്. മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയിൽ 30% ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമുണ്ട്, 70% മുസ്ലിങ്ങളാണ്. എന്നാൽ റംസാൻ മാസത്തിൽ അവിടെ ആർക്കും ഭക്ഷണം കിട്ടില്ല. അതായത് 70% മുസ്ലിങ്ങളുടെ വ്രതം ഉള്ള കാലഘട്ടത്തിൽ 30% മറ്റുള്ളവരും ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇത് ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് നടപ്പുള്ള കാര്യമാണോ? പക്ഷേ മലപ്പുറത്ത് അങ്ങനെയാണ്. സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞിയും ഇതേപോലെ തന്നെയാണ്. 30% അമുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവരും പകൽ സമയം പട്ടിണി കിടന്നേ പറ്റൂ. കാരണം അങ്ങനെയാണ് തീരുമാനം. ആരുടെ തീരുമാനം? സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. ഹെഡ് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആര് തീരുമാനിച്ചു? PTA തീരുമാനിച്ചു. PTAയിൽ ആർക്കാണ് ഭൂരിപക്ഷം? മുസ്ലിമിന്. അപ്പോൾ 30% പേരുടെ അവകാശമോ? അങ്ങനെയൊന്നും മിണ്ടരുത്, അത് മതേതരത്വത്തിനെതിരാവും. ഇത് മാത്രമല്ല, മലപ്പുറത്ത് വാക്സിൻ എടുക്കാൻ പാടില്ല എന്നൊരു അലിഖിത നിയമമുണ്ട്. വാക്സിൻ എടുക്കാത്തവരുണ്ട് ധാരാളം പേർ. എന്താണ് കാരണം? ഞങ്ങളുടെ മത ആചാരപ്രകാരം, വിശ്വാസപ്രകാരം വാക്സിൻ എടുക്കുന്നത് ശരിയല്ല. അതുപോലെ ആശുപത്രിയിൽ പ്രസവിക്കാൻ പോകണ്ട, വീട്ടിൽ പ്രസവിച്ചാൽ മതി. തുടർച്ചയായി 5 പ്രസവം വരെ വീട്ടിൽ നടത്തിയ സ്ത്രീകൾ മലപ്പുറത്തുണ്ട്. അവർ മനസ്സായിട്ടാണോ അങ്ങനെ ചെയ്യുന്നത് എന്നറിയില്ല. ഇപ്പോൾ ആശുപത്രിയിൽ പ്രസവം പാടില്ല എന്നുള്ള അപ്രഖ്യാപിതമായ ഒരു നിയമവും മലപ്പുറത്ത് നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ മുസ്ലിങ്ങൾ ഇനി അഥവാ ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിൽ മുസ്ലിം ഡോക്ടർ തന്നെ ചികിത്സിക്കണം, മുസ്ലിം ഡോക്ടറെ മാത്രമേ കാണാവൂ. അങ്ങനെ ഒരു നിയമവും മലപ്പുറത്തുണ്ടത്രേ. പിന്നെ അലോപ്പതി വൈദ്യത്തെയും ആശുപത്രികളെയും എതിർക്കുന്ന വിശ്വാസത്തിനും ശക്തി കൂടി വരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോഴും ഇവിടുത്തെ പ്രബുദ്ധ രാഷ്ട്രീയ പാർട്ടികളും പുരോഗമന സംവിധാനങ്ങളുള്ള മറ്റ് സംഘടനകളും മനുഷ്യാവകാശ, വനിതാവകാശ, ബാലാവകാശ സംഘടനകളും മിണ്ടാതെ തലപൂഴ്ത്തിയിരിക്കുകയാണ്. കാരണം ഭയമാണ്. എന്തിനെ ഭയം? വോട്ടിനെ ഭയം, അധികാരത്തെ ഭയം, സംഘടിത മുസ്ലിം തീവ്രവാദത്തെ ഭയം. അതുകൊണ്ട് മനുഷ്യാവകാശക്കാർ മിണ്ടില്ല, സ്ത്രീപക്ഷക്കാർ മിണ്ടില്ല, ബാലാവകാശക്കാർ മിണ്ടില്ല, രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ വാർത്താമാധ്യമങ്ങളോ അതിലേറെ ഭയത്തിലാണ്. അപ്പോൾ താലിബാൻ ഭരണകൂടം കേരളത്തിൽ ഉണ്ട് എന്നതിന് ഇതിൽ പരം എന്ത് തെളിവാ വേണ്ടത്? അതായത് താലിബാൻ കേരളത്തിൽ പോലും വരണ്ട, വിദേശത്തിരുന്നു കൊണ്ട് ഈ കേരളത്തിലെ ഒരു പ്രദേശമാകെ അടക്കി ഭരിക്കുന്ന ഈ അന്തരീക്ഷം ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇതെൻ്റെ മാത്രം ചോദ്യമല്ല. മീഡിയ 1 ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 8-ാം തീയതി കേരളത്തിലെ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. താലിബാൻ ആണോ എന്ന ചോദ്യം എൻ്റേതാണ്. അതായത് താലിബാൻ ഭരിക്കുന്ന പ്രദേശങ്ങളിലുള്ള ഇത്തരം നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് നിർബാധം അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് എങ്കിൽ ഈ പ്രദേശത്തെ ജനാധിപത്യവും മതേതരത്വവും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ചിന്താശക്തി നശിച്ചിട്ടില്ലാത്തവരും ഭീരുത്വത്തിന് കീഴടങ്ങാത്തവരും ഉറക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്?